ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോട്ടൻഹാമിന്റെ കാര്യം വളരെ പരിതാപകരമാണ്. പ്രീമിയർ ലീഗിൽ തോൽവിയോട് തോറ്റു നിൽക്കുന്ന ഒരു ടീം. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചാമ്പ്യൻസ് ലീഗിൽ എത്തിയപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 5-2 തോൽവി. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ടോട്ടൻഹാം. തൊടുന്നതെല്ലാം അബദ്ധം. കോച്ച് മാറിയിട്ടും ഒന്നും പ്രത്യേകിച്ചൊരു കാര്യമില്ല. കോച്ച് മാറിയിട്ടും തോൽവിക്ക് യാതൊരു മാറ്റവുമില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് റൗണ്ടിൽ അത്ലറ്റിക്കോക്കെതിരെ ആദ്യ പാദ മത്സരത്തിലാണ് ടോട്ടൻഹാമിന്റെ ഈ നാണം കെട്ട തോൽവി. ഈ നാണം കെട്ട തോൽവി ടോട്ടൻഹാമിന് സമ്മാനിച്ചതിന്റെ പ്രധാന കാരണം ടോട്ടൻഹാം കോച്ച് ഈഗർ ട്യൂട്ടയുടെ ഒരു മണ്ടൻ തീരുമാനമാണ്. ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് പോലെ ഒരു നിർണായക മത്സരത്തിൽ വിശ്വസ്തനായ 1-ാം നമ്പർ ഗോൾ കീപ്പറെ ബെഞ്ചിലിരുത്തിയിട്ട് പകരം സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ ആന്റൺ കിൻസ്കിയെ പരീക്ഷിച്ച കോച്ച് വലിയ മണ്ടത്തരമാണ് ചെയ്തു വെച്ചത്. ഏതൊരു സാഹചര്യത്തിലും ടീം റൊട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോഴും ടീമുകൾ ഒരിക്കലും ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറെ മാറ്റാറില്ല. പരിക്കുകളോ സസ്പെൻഷനോ അങ്ങനെ എന്തെങ്കിലും കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മാത്രമേ ഫസ്റ്റ് നമ്പർ ഗോൾ കീപ്പറെ ടീമുകളും മാറ്റാറുള്ളൂ. പക്ഷെ ഈ പുള്ളി എന്തുകൊണ്ടോ വികാരിയോ നല്ല ഗോൾ കീപ്പറാണ്, എന്നിട്ടും ഒരു കാരണവുമില്ലാതെ പുള്ളി 2-ാം നമ്പർ ഗോൾ കീപ്പർ ഇറക്കി. ഇഗറ്റ്യൂട്ടോയുടെ ഈ തീരുമാനം വലിയ മണ്ടത്തരമായിരുന്നു എന്ന് 15 മിനിറ്റ് കൊണ്ട് കിൻസ്കി തന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. കളിയുടെ 6-ാം മിനിറ്റിൽ ഒരു ഷോട്ട് എടുക്കുന്നതിനെ തെന്നി വീണ കിൻസ്കി അത്ലറ്റിക്കോക്ക് ആദ്യ ഗോൾ സമ്മാനിച്ച്. അപ്പം അത്ലറ്റിക്കോനെ പോലെ ഹൈ പ്രസിംഗ് ടാറ്റിക്സ് കളിക്കുന്ന ഒരു ടീമിനെതിരെ ഗോളിക്ക് നല്ല പ്രഷർ വരും. എതിർ ടീമിന്റെ മുന്നേറ്റ നിരക്കാരിങ്ങനെ ഗോളിയെ പ്രഷർ ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. നന്നായിട്ട് പ്രഷർ ചെയ്യും. ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പർക്കേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് പോലെ നോക്കൌട്ട് സ്റ്റേജ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട മത്സരത്തില്, അതും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് ആയ മത്സരത്തിൽ അത്രയും ക്രൗഡിന്റെ ഇടയിൽ അത്ലറ്റിക്കോനെ പോലെ ഹൈ പ്രസിംഗ് കളിക്കുന്ന ഒരു ടീമിനോട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയർ, ഡെബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ കൊണ്ടുപോയി കൊടുത്ത് ഒരു ഗോൾ കീപ്പർ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിന് അനുസരിച്ചായിരിക്കും അയാളുടെ പെർഫോമൻസ്. അത്ലറ്റിക്കോ പ്ലേയേഴ്സിന്റെ ഹൈ പ്രസിംഗ് താങ്ങാനാവാതെ, ആ പ്രഷർ താങ്ങാനാവാതെ എടുത്തൊരു ഷോട്ടാണ് ഗോളിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. കളി തുടങ്ങി 6 മിനിറ്റിനിടയിൽ അത്ലറ്റിക്കോ ലീഡ് നേടി. എന്നാൽ ടോട്ടൻഹാമിന്റെ ദുരന്തം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. 13-ാം മിനിറ്റിൽ ഡിഫൻഡറായ വാൻഡവൻ കൂടെ ഗ്രൗണ്ടിൽ തെന്നി വീഴുന്നതോടെ അത്ലറ്റിക്കോക്ക് 2 ലീഡ്. ഗ്രീസ്മാന് ആ ഒരു ചാൻസ് മുതലെടുത്ത് അത്ലറ്റിക്കോക്ക് 2-ാം ഗോൾ നേടിക്കൊടുത്ത്. 3 മിനിറ്റിന് ശേഷം കിൻസ്കി വരുത്തിയ മറ്റൊരു പിഴവിലൂടെ ഹൂലിയൻ ആൽവാരസും കൂടെ ഗോൾ നേടിയതോടെ 17 മിനിറ്റിടെ ടോട്ടൻഹാം 3 ഗോളിന് പിന്നിൽ പോയി. ഇനിയും കിൻസ്കിയെ ഗ്രൗണ്ടിൽ തുടരാൻ അനുവദിച്ചാല് അതൊരു വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ട്യൂഡോ 17-ാം മിനിറ്റിൽ തന്നെ കിൻസ്കിയെ പിൻവലിച്ച് വികാരിയെ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി. തന്റെ ചാമ്പ്യൻസ് ലീഗ് അരങ്ങേറ്റം ഒരു ദുരന്തമായി പോയതിൽ നിരാശനായി കരഞ്ഞുകൊണ്ടാണ് കിൻസ്കി ഗ്രൗണ്ട് വിട്ടത്. 17 മിനിറ്റ് മാത്രം നീണ്ടുന്ന തന്റെ ഒരു പരീക്ഷണത്തിന് ട്യൂഡോ വിലയായി നൽകേണ്ടി വന്നത് ടോട്ടൻഹാമിന്റെ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം തന്നെയായിരുന്നു. ടോട്ടൻഹാമിന് ആകെ ഒരു ഹോപ്പുള്ള ഒരു മത്സരമായിരുന്നു ചാമ്പ്യൻസ് ലീഗ്. പ്രത്യേകിച്ച് ഹോപ്പൊന്നുമില്ല, എന്നാലും അവർക്ക് കളിക്കാം. കാരണം പ്രീമിയർ ലീഗിൽ റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ടീമാണ്. അപ്പൊ അവസാന ഒരു ഹോപ്പ് ചാമ്പ്യൻസ് ലീഗിലെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കളി ജയിക്കുകയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് 1-2 കളി ജയിച്ച് സെമി ഫൈനൽ വരെയെങ്കിലും എത്തുക, അല്ലെങ്കിൽ ലക്ക് പരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു ടോട്ടൻഹാമിന് മുമ്പിലുള്ള ഈ സീസണിലെ ആകെ ഒരു ഹോപ്പ്. അപ്പം ഉള്ളതിൽ ഏറ്റവും വെച്ച നല്ലൊരു ടീമിനെ ഇറക്കി അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതിന് പകരം ഇങ്ങനൊരു മണ്ടൻ പരീക്ഷണം നടത്തിയ കോച്ച് തന്നെയാണ് ഇതുപോലൊരു നാണം കെട്ട തോൽവിക്ക്, ടോട്ടൻഹാമിന്റെ ഇതുപോലൊരു നാണം കെട്ട തോൽവിക്ക് പ്രധാന കാരണം. കളിയുടെ 23 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത്ലറ്റിക്കോ 4-0 മുന്നിലായിരുന്നു. 25-ാം മിനിറ്റിൽ പെഡ്രോ പോറോ ഒരു ഗോള് ടോട്ടൻഹാമിന് വേണ്ടി മടക്കിയെങ്കിലും അതൊന്നും ടോട്ടൻഹാമിന് തിരിച്ചു വരാൻ പറ്റിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമല്ലായിരുന്നു. അങ്ങനെ 23 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത്ലറ്റിക്കോ 4-0 മുന്നിലായി. ടോട്ടൻഹാമിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 25-ാം മിനിറ്റിൽ പെഡ്രോ പോറോ ഒരു ഗോള് മടക്കി ടോട്ടൻഹാമിന് തിരിച്ചുവരവിന്റെ ഒരു പ്രതീക്ഷയൊക്കെ നൽകിയെങ്കിലും അതൊന്നും അത്ലറ്റിക്കോ മാഡ്രിഡിനെ പിടിച്ചു കെട്ടാൻ മാത്രമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല. 2-ാം പകുതിയിൽ ഒരു സോളോ റണ്ണിലൂടെ ഹൂലിയൻ ആൽവാരസ് കൂടെ ഒരു ഡബിൾ ഗോൾ കൂടെ നേടിയതോടെ ടോട്ടൻഹാമിന്റെ തകർച്ച പൂർണ്ണമായി. 76-ാം മിനിറ്റിൽ സ്ട്രൈക്കർ ഡൊമിനിക് സോളങ്കി ഒരു ഗോൾ മടക്കിയെങ്കിലും അതൊന്നും ടോട്ടൻഹാമിനെ നാണക്കേടിൽ നിന്നും കരകയറ്റാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആയിരുന്നില്ല. 76 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 5-2 എന്നുള്ള സ്കോറിന്
ടോട്ടൻഹാം നാണം കെട്ടിയിരുന്നു. ഇഗർ ട്രൂഡോ പരിശീലകനായി വന്നിട്ട് ഇത് 4ാം തോൽവിയാണ്. ടോട്ടൻഹാമിന് തുടർച്ചയായ 4ാം തോൽവിയാണ്. പ്രീമിയർ ലീഗിൽ തന്നെ റെലഗേഷൻ ഭീഷണി നേരിടുന്ന ടീമാണ് ടോട്ടൻഹാം എന്ന് ഓർക്കണം. അപ്പം ആകെയുള്ള ഒരു ഹോപ്പ് ചാമ്പ്യൻസ് ലീഗിലാണ്. ബെറ്റർ ഉള്ളതിൽ നല്ല ടീമിനെ എടുത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് പകരം ഇതുപോലുള്ള മണ്ടൻ പരീക്ഷണങ്ങൾ നടത്തിയ കോച്ച് തന്നെയാണ് ഇതിന്റെ ഈ തോൽവിയുടെ ഏറ്റവും വലിയ കാരണക്കാരൻ. ഇനിയിപ്പോ വരാനിരിക്കുന്നത് ലിവർപൂളാണ്. നെക്സ്റ്റ് പ്രീമിയർ ലീഗിൽ വരാനിരിക്കുന്ന ലിവർപൂളാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് പാദ മത്സരത്തില് അത്ലറ്റിക്കോ മാഡ്രിഡിനെ സ്വന്തം ഗ്രൗണ്ടിൽ നേരിടേണ്ടി വരുമ്പോൾ ടോട്ടൻഹാമിന് ഏറ്റവും ചുരുങ്ങിയത് 4 ഗോളിനെങ്കിലും വിജയിക്കണം. ഇപ്പോഴത്തെ ടോട്ടൻഹാമിന്റെ ഫോമും ടീമിന്റെ പെർഫോമൻസും വെച്ച് അത് ഇമ്പോസിബിൾ എന്നാണ് തന്നെ നമുക്ക് പറയാം. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിനെ നമുക്കറിയാം. അത്ലറ്റിക്കോ മാഡ്രിഡ് വന്നിട്ട് ഇനി ടോട്ടൻഹാമിന്റെ ഗ്രൗണ്ടിൽ വന്നിട്ട് 2 ബസ് അങ്ങ് പാർക്ക് ചെയ്തിടും. ഒരു കുട്ടിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ ഡിഫെൻഡ് ചെയ്തിട്ട് അവർ 1-0 കിട്ടുന്നൊരു ബോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് 1-0 2-0 ടോട്ടൻഹാമിനെ തോൽപ്പിക്കാനായിരിക്കും ചാൻസ്. മറിച്ച് ടോട്ടൻഹാം ഒരു 4-0 ജയിച്ച് പിന്നെ കളിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. ആ ഒരു സാധ്യതക്ക് വളരെ കുറവാണ്. ആ ഒരു സാധ്യത തീരെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ടോട്ടൻഹാമിന്റെ ഇന്നത്തെ പെർഫോമൻസും അവരുടെ ടീമിന്റെ ഫോമും ഇന്നത്തെ പെർഫോമൻസും എല്ലാം കണക്കിലെടുത്താൽ അതിന് ഒരിക്കലും ഒരു സാധ്യതയില്ല. പ്രീമിയർ ലീഗിൽ ടോട്ടൻഹാം ഇനി റിലഗേറ്റ് ആവുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. അതുപോലെ ടോട്ടൻഹാമിന്റെ ഈ ഒരു സമീപ ഭാവിയിലുള്ള ഏറ്റവും മോശം പ്രകടനമാണ് ഈ സീസൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇഗർ ട്രൂഡോയെ അടുത്ത മത്സരത്തോടെ പുറത്താക്കി ലിവർപൂളിനെതിരെ തോറ്റാൽ ഇനി അയാളെ സ്ഥാനവും പോകും എന്നുള്ള കാര്യത്തിലൂടെ നമുക്കൊരു സംശയമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ട് ക്ലിയർ ആണ്. ടോട്ടൻഹാമിനെ പോലെ നല്ല ടീം സ്ട്രെങ്ത് ഉള്ള പേപ്പറിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ടീം ഇതുപോലെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്ലേയേഴ്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും ടോട്ടൻഹാം ഫാൻസിന് നിരാശ ഉണ്ടാക്കുന്ന ഒരു സീസണാണ് ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത മത്സരത്തിൽ ലിവർപൂളിനെതിരെ ടോട്ടൻഹാം എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടേക്കും ടോട്ടൻഹാമിന്റെ ഈ സീസണിലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുണ്ടാവുക. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ സെക്കൻഡ് ലെഗ് എന്തായാലും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്ലറ്റിക്കോ മാഡ്രിഡിനെ നമുക്കറിയാം. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ടാറ്റിക്സും അവരുടെ കളിശൈലിയൊക്കെ നമുക്ക് അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു 4-2 5-2 ലീഡ് അത്ലറ്റിക്കോക്കെതിരെ കവർ ചെയ്തിട്ട് ഒരു സെക്കൻഡ് ലെഗിൽ വിജയിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അടുത്ത മത്സരങ്ങൾ കണ്ടിട്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.